ബംഗാളിൽ സിപിഎമ്മിന് ആശ്വാസം. പാർട്ടി മുഖപത്രത്തിന് 15 വർഷത്തിനു ശേഷം സർക്കാർ പരസ്യം നൽകാൻ ബിജെപി തീരുമാനം. മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പശ്ചിമബംഗാളിൽ ബിജെപി അധികാരമേറ്റതോടെ നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിപിഎം മുഖപത്രമായ ഗണശക്തിയിൽ സംസ്ഥാന സർക്കാർ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ശനിയാഴ്ച പുറത്തിറങ്ങിയ പത്രത്തിന്റെ മുൻപേജിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും ചിത്രങ്ങളടങ്ങിയ സർക്കാർ പരസ്യം പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട പൂർണ്ണ പേജ് പരസ്യം ഉൾപ്പെടെയുള്ള കൂടുതൽ സർക്കാർ പരസ്യങ്ങൾ പത്രത്തിന്റെ ഉൾപേജുകളിലും ഇടം പിടിച്ചു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന്റെ 15 വർഷക്കാലം പാർട്ടി പത്രത്തിന് സർക്കാർ പരസ്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു. 2011 ഇടതുമുന്നണിക്ക് അധികാരം നഷ്ടമായതിനു ശേഷം ഗണശക്തിക്കൊരു സർക്കാർ പരസ്യം പോലും ലഭിച്ചിരുന്നില്ലെന്നാണ് വിവരം. ഔദ്യോഗിക പരസ്യ മാനദണ്ഡങ്ങൾ നിലനിൽക്കെ മമതാ സർക്കാർ മനഃപൂർവ്വം പത്രത്തെ ഒഴിവാക്കുകയാണെന്ന് സിപിഎം നേരത്തെ പലതവണ ആരോപിച്ചിരുന്നു. വിഷയത്തിൽ കോടതി ഉത്തരവുണ്ടായിരുന്നിട്ടും തൃണമൂൽ സർക്കാർ പരസ്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ തയ്യാറായില്ലെന്നും പാർട്ടി ആരോപിച്ചു. ബംഗാളിൽ ബിജെപി വിജയിക്കുകയും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേൽക്കുകയും ചെയ്തതോടെയാണ് 1.5 പതിറ്റാണ്ടിനു ശേഷം പരസ്യങ്ങൾ തിരികെ എത്തിയത്. സർക്കാർ പരസ്യങ്ങളുടെ അഭാവം മൂലം വർഷങ്ങളായി പ്രതിസന്ധിയിലായിരുന്ന പത്രത്തിന് പുതിയ നീക്കം സാമ്പത്തികമായി ആശ്വാസമാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ കരുതുന്നത്. ഗവൺമെന്റ് പരസ്യങ്ങൾ ലഭിക്കാൻ പത്രത്തിന് നിയമപരമായി അർഹതയുണ്ടെന്ന് ഗണശക്തി എഡിറ്ററും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സമീക് ലാഹിരി പറഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി മമതാ ഭരണകൂടം നിയമത്തെയും ഹൈക്കോടതി നിർദ്ദേശങ്ങളെയും അവഗണിക്കുകയായിരുന്നുവെന്നും സർക്കാർ മാറിയതോടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പരസ്യങ്ങൾ നൽകിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.